ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുശ്രീയാണെങ്കിൽ കോമഡി സ്റ്റോഴ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളുടെ ദേവി അനുവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കുക. അപ്പോഴാണ് അലോക് അവിടേക്ക് കയറി വന്ന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അത് കാണുന്ന അനു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ബാലനും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ബാലൻ്റെ മുന്നിൽ വെച്ച് തന്നെ അനുവിനോട് വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പം നിവൃത്തിയില്ലാതെ നമ്മുടെ അനുശ്രീ ഒരു വിധത്തിൽ അലോകിനെ വിളിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാ. എന്താടി, നിനക്കെന്താ ഇത്ര അഹങ്കാരം? നിന്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഞാനൊന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും നീ എന്തിനാ എന്നെ വലിച്ചുകൊണ്ട് വന്നത്? ഞാൻ വീണ്ടും അങ്ങോട്ട് പോവാ. അയാളുടെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം എനിക്ക് പറയണം. എന്തൊരു അഹങ്കാരമായിരുന്നു. ഒരു ഗോമതി സ്റ്റോർ ബാലൻ എന്ന് പറഞ്ഞ പുച്ഛത്തോടെ നിൽക്കൂട്ടോ. എന്താടാ നിനക്ക് ഇത്രയ്ക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ അച്ഛനെ കൂടുതൽ വേദനിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിനക്ക് അറിയാലോ എന്ന് അനു അപ്പം ചോദിക്കുകയാണോ. എനിക്കറിയാടി, നീ എന്ത് ചെയ്യും? നിന്റെ അച്ഛൻ്റെ അടുത്ത് ഇനിയും ഞാൻ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന് പറയാം. ഇതേ സമയം അനു അവിടെ നിന്ന് പോയി കഴിയുമ്പം ബാലനാകെ സങ്കടപ്പെട്ട് നിൽക്കുക. അത് കാണുന്ന ദേവി അടുത്തേക്ക് ചെല്ലും. ബാലച്ചൻ ഇതൊന്നും കണ്ട് സങ്കടപ്പെടണ്ട എന്ന് പറയാം. സങ്കടമല്ല മോളെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവളെ ഓർത്തിട്ട് ഇപ്പം സഹതാപമാണ് തോന്നുന്നേ. എങ്ങനെ പഠിച്ച് ജീവിക്കേണ്ട പെൺകുട്ടിയാ. ഇപ്പം തന്നെ കണ്ടില്ലേ 95% മാർക്കുണ്ടെന്ന്. അത് എത്ര വലിയ കാര്യമാണ്. അവളെപ്പറ്റി എനിക്ക് എത്രമാത്രം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതാ. ഒരു IAS കാരിയായി നല്ല നിലയിൽ ജീവിക്കേണ്ട പെണ്ണാ. ഇപ്പം അവൻ്റെ പിന്നാലെ ചെന്നിട്ട് അവളുടെ ജീവിതം നശിച്ചു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. അവന് അവളോടുള്ള പെരുമാറ്റം നമ്മളെല്ലാവരും കണ്ടതല്ലേ. നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ആകുമ്പം കൃഷ്ണമംഗലത്ത് അവളോട് എങ്ങനെയാകും പെരുമാറുക? അവളായിട്ട് അവളുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞില്ലേ. അത് ഓർത്തിട്ട് എനിക്ക് എന്ന് പറയാം. ബാലച്ച ചിലപ്പം ഇവിടെ ബാലച്ചനെയും നമ്മളെയൊക്കെ കാണിക്കാൻ വേണ്ടി അലോക് അനുവിനോട് അങ്ങനെ പെരുമാറിയതാകും. അല്ലാതെ കൃഷ്ണമംഗലത്ത് അനുവിനോട് നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്. അല്ലെങ്കിൽ പിന്നെ അലോകിൻ്റെ ഒപ്പം ജീവിക്കാൻ അനു തീരുമാനിക്കുമോ എന്ന് അപ്പം ദേവി ചോദിക്കുകയാണ്. അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, അവളുടെ ജീവിതം ഇങ്ങനായി പോയല്ലോ എന്നോർത്ത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അവൾ എങ്ങനെ ജീവിച്ചാലും എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ ധർമ്മൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, പാവം ബാലച്ചന് ഒരുപാട് സങ്കടമായി. നമ്മളെ വിഷമം അറിയിക്കാതിരിക്കാനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയാം. അല്ലെങ്കിലും ആ അലോകിൻ്റെ പിന്നാലെ എന്തിനാ അനു പോയതെന്നാ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് എൻ്റെ ദേവി. അവൻ്റെ സ്വഭാവം എത്ര മോശമാണെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാമ എന്ന് അപ്പം ദേവിയും പറയാൻ കേട്ടോ. അപ്പം അനുവിനോട് വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പം അനുവിനും ദേഷ്യം വരിക. ദേ അലോകെ, ഇനി നീ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ മര്യാദയ്ക്ക് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. നിന്റെ സംസാരം ഇവിടെ നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാം. എന്താടി ഞാൻ സംസാരിച്ച നിനക്കെന്താ? ഓ, നിന്റെ അച്ഛനെ പറഞ്ഞപ്പോൾ നിനക്കങ്ങ് പൊള്ളിയല്ലേ. ഒരു ഗോമതി സ്റ്റോർ ബാലൻ വന്നിരിക്കുന്നു. അയാളിപ്പോൾ ഈ കൃഷ്ണമംഗലത്തുകാരുടെ മുന്നിലെ തല താഴ്ത്തിയാടി നിൽക്കുന്നത്. നിന്റെ അച്ഛൻ്റെ അഭിമാനവും മാനവും ഒക്കെ പോയില്ലേ. അതും അയാളുടെ പുന്നാര മോള് തന്നെ അയാളുടെ അഭിമാനം നഷ്ടപ്പെടുത്തിയില്ലേ. ഇതിലും വലിയ സന്തോഷം എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. സത്യത്തിൽ നീ എനിക്കിട്ട് പണി തരാനാ ഞാൻ നിന്നെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കൃഷ്ണമംഗലത്തേക്ക് കയറി വന്നതെങ്കിലും ഇപ്പം ശരിക്കും നീ പണി കൊടുത്തത് നിന്റെ അച്ഛന് തന്നെ ആടി എന്ന് പറയാണ്. ആ കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ സങ്കടം മാത്രമേ നിന്റെ വീട്ടുകാർക്കുണ്ടാകുമായിരുന്നുള്ളൂ. അതാണോ? നീ ആയിട്ട് തന്നെ അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ട് അവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എൻ്റെ കൂടെ ഇറങ്ങി വന്നില്ലേ. ഇതിലും വലിയ ശിക്ഷയൊന്നും അവർക്ക് ഇനി കിട്ടാനില്ല എന്ന് പറയാം. എടാ, ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലേ അതിന് വ്യക്തമായ കാരണമുണ്ട്. എൻ്റെ വീട്ടുകാർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാകുന്നൊരു ദിവസം വരും. അതിനു മുന്നേ നിന്റെ ജീവിതം ഉണ്ടല്ലോ, അതെങ്ങനെ കോഞ്ഞാട്ടെ ആക്കണമെന്ന് എനിക്കറിയാടാ എന്ന് പറയാം. അപ്പം അനുവിനോട് വീണ്ടും അലോക് ദേഷ്യപ്പെടുകയാണേ. അപ്പോഴാണ് അതിലൂടെ ഒരു പോലീസ് ജീപ്പ് വരുന്നത് കാണുന്നത്. അപ്പം നടു റോഡിൽ നിന്ന് അനുവും അലോകും വഴക്കുണ്ടാക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പെട്ടെന്ന് അവർ വണ്ടി നിർത്തിയിട്ട് ചോദിക്കും, എന്താ ഈ നടു റോട്ടിൽ കിടന്നൊരു പ്രശ്നം എന്ന് ചോദിക്കാം. അപ്പം പെട്ടെന്ന് അനു സങ്കടഭാവം മുഖത്ത് വരുത്തിയിട്ട് പറയും, സാർ ഇത് എൻ്റെ ഭർത്താവാ. എന്നെ വഴിയിൽ നിർത്തി വഴക്ക് പറയാ. എൻ്റെ വീട്ടുകാരെയൊക്കെ കുറ്റം പറയാണ് സാർ. എന്നെ കല്യാണം കഴിച്ചത് തെറ്റായി പോയെന്നൊക്കെയാണ് പറയുന്നത്. ശ്രീധരത്തിന്റെ പേരിലും എന്നോട് ദേഷ്യപ്പെട്ടു സാർ എന്ന് പറയാൻ കേട്ടോ. കുട്ടി ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ പോലീസുകാരൻ ചോദിക്കാം. സാർ, എൻ്റെ പേര് അനുശ്രീ. ഇവിടെ തൊട്ടടുത്തുള്ള ഗോമതി സ്റ്റോഴ്സ് നടത്തുന്ന ബാലൻ അദ്ദേഹത്തിൻ്റെ മകളാ. ഓ, ബാലൻ്റെ മകളാലല്ലേ. അതാ കണ്ട് നല്ല പരിചയം തോന്നിയത് എന്ന് ആ പോലീസുകാരൻ അപ്പോൾ പറയാം. എന്താ കുട്ടി, എന്താ പ്രശ്നം? അത് സാർ, ഇതെൻ്റെ അമ്മാവൻ്റെ മകനാ. ഇവനും ഞാനും തമ്മിലുള്ള കല്യാണം ഒരു പ്രണയവിവാഹമായിരുന്നു. എന്നിട്ടും അവനിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ശ്രീധരൻ കിട്ടിയില്ല എന്നുള്ള പേരിലൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് സാർ. മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അതുപോരാഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മയും ആങ്ങളമാരെയും ഒക്കെ ഇവൻ കുറ്റം പറയാ സാർ എന്ന് പറയാം.
ഇത് കേൾക്കുന്ന അലോക് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എടി അനു, ദേ നീ കള്ളം പറയരുത് കേട്ടോ. ഞാൻ എപ്പോഴാടി നിന്നോട് ശ്രീധരൻ ചോദിച്ചത്? ദേ നീ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എടാ ചെറുക്കാൻ, നീ കൂടുതൽ കിടന്ന് നെകളിക്കണ്ട. ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടിയോട് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന നീ, അപ്പം അവൾ തന്നെ ഉള്ളപ്പം ഏത് വിധേനയാകും സംസാരിക്കുന്നേ എന്ന് ചോദിക്കുക. ഇല്ല സാർ, ഇതെല്ലാം ഇവളുടെ വെറും അഭിനയമാണ്. ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. കള്ളിയാ സാർ, എല്ലാം ഇവളുടെ അഭിനയമാണ് എന്ന് അലോക് പറയാ. അപ്പോഴത്തേക്കും പോലീസുകാരൻ അനുവിനെ നോക്കുക. അനുവാണെ പാവം മട്ടിൽ ഇങ്ങനെ നിൽക്കുക. ഇല്ല സാർ, ഞാൻ എന്തിനാ ഇവൻ്റെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും വെറുപ്പിച്ചുകൊണ്ട് ഇവനോടുള്ള സ്നേഹം കൊണ്ട് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നതാ സാർ. എനിക്ക് അഭിനയിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് സാർ? ഇവൻ എന്നെ മാനസികമായിട്ട് ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയാം. എടാ, പെൺകുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അത് ഭാര്യയാണെങ്കിലും എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയാവോ? 3-4 വർഷം അകത്ത് കിടക്കാനുള്ള എല്ലാ വകുപ്പുകളും ഞാൻ എഴുതി ചേർക്കും. കുട്ടി ഒരു പരാതി തന്നാൽ മതി, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. പെട്ടെന്ന് അലോക് പേടിച്ചു പോവാണ് കേട്ടോ. അലോക് അനുവിന്റെ മുന്നിൽ വന്ന് കഞ്ചും. അനു പ്ലീസ് അനു, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി ഞാൻ നിന്റെ വീട്ടുകാരെ പറ്റിയോ ആരെയും പറ്റിയോ ഒരു കുറ്റവും പറയില്ല. അവരുടെ മുന്നിൽ പോയി ആളാവുകയില്ല. ദയവ് ചെയ്ത് ഇവരോട് പ്രശ്നം ഉണ്ടാക്കില്ലെന്നൊന്ന് പറ എന്ന് അനുശ്രീ മാത്രം കേൾക്കാൻ പാകത്തിന് സംസാരിക്കാൻ കേട്ടോ. എന്താ കുട്ടി, ഇവന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് എഴുതി തരുന്നുണ്ടോ എന്ന് പോലീസുകാരൻ വീണ്ടും ചോദിക്കുക. അപ്പം അനു ആണെങ്കിൽ പറയും, ഇപ്പൊ തൽക്കാലം വേണ്ട സാർ, ഒന്നുമില്ലേലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവല്ലേ, ആ ഒരു സ്ഥാനം ഞാൻ കൊടുക്കണമല്ലോ. ഒരു തവണത്തേക്ക് ഞാൻ ഇയാളോട് ക്ഷമിക്കാൻ തയ്യാറാ. ഇനിയും അലോക് എന്നോട് ഈ രീതിയിൽ പെരുമാറുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സ്റ്റേഷനിൽ വന്ന് പരാതി തരും സാർ. അപ്പം എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ സാർ ചെയ്തു തന്നാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് പോലീസുകാരൻ അലോകിൻ്റെ അടുത്തേക്ക് കയറി നിൽക്കൂട്ടോ. എന്നിട്ട് പറയും, ദേ ഈ കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഇനിയും ഇവളുടെ മേലെ വഴക്കുണ്ടാക്കാനായിട്ട് നീ ചെന്നുവെന്ന് ഞാൻ അറിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പെരുമാറുന്നത് എന്ന് പറയാം. ഇല്ല സാർ, ഒരു പ്രശ്നത്തിന് ഞാൻ പോകില്ല എന്ന് അലോകപ്പം പറയാൻ കേട്ടോ. ഒരു പ്രശ്നത്തിനും പോകാതിരുന്ന നിനക്ക് കൊള്ളാം എന്ന് അലോകിനോട് പോലീസുകാർ പറയാ. കുട്ടി, എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഇനി ഇവനൊരു അവസരം കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന അവസരങ്ങളാ ഇവനെ പോലുള്ളവന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്ന രീതിയിലായി പോകും. അതുകൊണ്ട് ഉറപ്പായിട്ടും പരാതി നൽകണം എന്ന് പറയാം. ഉറപ്പാ സാർ, ഇനി ഇവന്റെ ഭാഗത്തു നിന്ന് എനിക്ക് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായാൽ ഞാൻ ഉറപ്പായിട്ടും പരാതിപ്പെടും എന്ന് പറയാം. അങ്ങനെ അലോകിനെ ഒന്ന് പേടിപ്പിച്ചിട്ട് പോലീസുകാർ അവിടുന്ന് പോവാണ്. അപ്പൊ അനു ചോദിക്കും, ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ, ഇപ്പൊ കണ്ടോടാ എന്ന് അലോകിനോട് ചോദിക്കാം. ഈ നാട്ടിലെ നിയമമൊക്കെ പെൺകുട്ടികൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്കെതിരെ ഞാനൊരു പരാതി കൊടുത്താൽ പിന്നെ നിന്റെ അവസ്ഥ എന്താകുവടാ, നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഇനിയിപ്പം നമ്മുടെ കല്യാണം നടന്നിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ പോലും എന്നെ ഭീഷണിപ്പെടുത്തി പാതിരാത്രിയിൽ നീ കൊണ്ടുവന്നതും എന്നെ തട്ടിക്കൊണ്ടു പോയ കാര്യവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താകുവടാ, പിന്നെ നീ അഴിയെണ്ണി കിടക്കേണ്ടി വരും എന്ന് പറയൂട്ടോ. അത് കേൾക്കുമ്പം അലോക് പേടിച്ചു പോവുക. ദയനു, ആവശ്യമില്ലാത്തതൊന്നും നീ പറയരുത്. നിന്നെ ഞാൻ എപ്പോഴാണ് ഉപദ്രവിച്ചിട്ടുള്ളത്? നീ അല്ലേടി എന്നെ എടുത്തിട്ട് അടിക്കുന്നേ എന്ന് പറയാം. ആ ബോധം വേണം. ഇനി എൻ്റെ ആങ്ങളമാരുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയും മുന്നിൽ ആളാകാൻ നോക്കുമ്പം ഇക്കാര്യം നീ ഓർമ്മ വെക്കണം, മനസ്സിലായോടാ? ഇല്ലെങ്കിലേ നിനക്കുള്ള പണി ഞാൻ തന്നെ തരും എന്ന് പറഞ്ഞ് അനു വണ്ടിയിലേക്ക് കയറി ഇരിക്കുക. എന്താ, ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകാലോ എന്ന് അനുശ്രീ ചോദിക്കും കേട്ടോ. അവർ വീട്ടിൽ നിന്നും അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അനുശ്രീക്ക് നല്ല മാർക്ക് കിട്ടിയതിലുള്ള ഗോമതി നേർന്നിരുന്ന വഴിപാട് കഴിക്കാനായിട്ട്. അപ്പം അലോകാണെങ്കിൽ പറയും ശരി എന്നും പറയണേ. എന്നിട്ട് മനസ്സ് ചിന്തിക്കും, ഇവളുടെ മുന്നിൽ ഓരോ തവണ ഞാൻ തോറ്റു പോവാണല്ലോ. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം. ഇവക്കുള്ള ഒരു മുട്ടം പണി തന്നെ കൊടുക്കണം. അതോടുകൂടി ഇവൾ എൻ്റെ മുന്നിൽ വാലും ചുരുട്ടി കിടക്കണം. അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം എന്ന് പറയേ. അപ്പോഴത്തേക്കും അലോക് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാണുന്ന അനു ചോദിക്കും, എന്ത് കുനിഷ്ഠ നീ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്? എന്നെ വേദനിപ്പിക്കാൻ പുതിയ പ്ലാനുകൾ വല്ലതും തയ്യാറാക്കുമായിരിക്കും അല്ലേ? തയ്യാറാക്കിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും ഈ അനുശ്രീക്ക് അറിയാം. നിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി വന്നിട്ടുണ്ടെങ്കിലേ നിന്നെ എങ്ങനെ ഒതുക്കണമെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാടാ എന്ന് പറയാം. നിന്റെ ഒരു വ്യക്തത. അലോക് പറയും, എൻ്റെ പൊന്നനുശ്രീ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും ചിന്തിച്ചതുമല്ല. നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട എന്നും പറഞ്ഞ് അനുശ്രീയെ അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ